ചേച്ചണ അനന്തല്ലേ അണ്ണാ അത്? അതെ, നിനക്കെന്നറിയാം? എൻ്റെ കസിൻ്റെ ഫ്രണ്ടാ. ഞങ്ങൾക്കൊരു ശീലമുണ്ട്, ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തെ ഈ ഡിഫറെൻ്റ് ആയിട്ട് ക്യാരക്ടറുള്ള ആൾക്കാരെ പറ്റി ഇരുന്ന് സംസാരിക്കും. ഒരു ദിവസം ടോപ്പിക് അവനായിരുന്നു. അല്ല അവൻ എന്തൂടെ? അവൻ എൻ്റെ ഫ്രണ്ടാ, ഞങ്ങൾ ഭയങ്കര ക്ലോസാ. നല്ല പയ്യനാടാ, ഞങ്ങളുടെ പേരെ കമ്പനി. അല്ല അവനൊരു ലവറില്ലായിരുന്നു ഗോപിയെ? ഉണ്ട്, പക്ഷെ അവളുമായിട്ട് ചെറിയ സൗന്ദര്യ പിണക്കത്തില്ല. ആ അണ്ണാ പിന്നെ നീ കോടാലി ഒന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് വന്നേ? ആ എടുത്തരാടാ. ഡാ ഇത് ഫുള്ള് ചക്കേരക്ക. അത് സാറില്ല, ഞാൻ വൃത്തിയായിക്കോളാം. ഡാ പിന്നെ നിനക്ക് അവൻ്റെ ക്യാരക്ടർ അറിയുന്നില്ലേ പറഞ്ഞു? എന്നാന്ന് പറഞ്ഞു? എന്തിനാ വെറുതെ? പറയടാ. അവനങ്ങനെ എല്ലാവരുമായിട്ട് കമ്പനിയൊന്നും ഇല്ല, പിന്നെ ഉള്ളവരെടുത്ത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അറിയുന്നവനാ. ആ അത് നല്ല കാര്യമല്ലേ? ആ നല്ലയാ. അത് നീ ആക്കി പറഞ്ഞാണല്ലേ. എനിക്കവൻ നല്ലവനായിട്ടാ തോന്നിയിട്ടുള്ളത്. ഒരിക്കലും അല്ല, അവൻ മൂലം വേണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പോലും ഒരു എഫക്റ്റ് ഉണ്ടാവാം. അണ്ണൻ പോലും അറിയാതെ അണ്ണൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ പോലും അത് ബാധിക്കാൻ. നീ പറഞ്ഞിരുന്നത് അവൻ്റെ പേരിൽ ഞാനും ഗോപി തമ്മിൽ പ്രശ്നം ഉണ്ടോന്നോ? അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. ചിരിക്കുന്നോ? നീ ബെറ്റ് വെക്കുന്നോ? അണ്ണാ ചുമ്മാ അറിഞ്ഞ അണ്ണൻ വെറുതെ കളത്. അങ്ങനെ വിടാൻ പറ്റത്തില്ല, ബെറ്റ് വെക്കടാ. എന്നാ ശരി, ദണ്ഡഭാഷാരണമാണേ. ആ അണ്ണനെ ഗോപിയുടെ എന്ന് പറയണം, അനന്തുവിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞ് അതുകൊണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണം. ഇനി കോൺടാക്ട്സ് ഒന്നും വെക്കണ്ടാന്ന്. നിങ്ങൾ തമ്മിൽ ഇനി എത്ര വഴക്കുണ്ടായാലും തമ്മിൽ മിണ്ടായിരുന്നാൽ പോലും ഗോപിയെ അവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യത്തില്ല. പിന്നെ എന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ഒന്നും അവൾ അവൻ കൊടുക്കത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ വേണമെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യും. നോക്കാം. പിന്നെ ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നീ വാടാ.